എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജിദ ഷാജി തന്നെയാണ്. ഷാജിദ ഷാജി ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരത്തിയുടെ ഉമ്മയെ കുറിച്ചിട്ട് കുറേയേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ തല്ലിയ കാര്യം, ഉമ്മ കൂടാത്രം ചെയ്ത കാര്യം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ സഹോദരൻ്റെ മകൻ തല്ലിയെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ, ഉമ്മയ്ക്ക് താനും കുട്ടികളും അവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല, അതിൻ്റെ പേരിൽ അവരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പെറ്റുമ്മയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയ സഹോദരൻ ഖൈസിനെ, ഇറ്റ്സ് മീ ഖൈസ് എന്ന് പറയുന്ന യൂട്യൂബറെ, റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ്. അദ്ദേഹത്തെ ഈ പറയുന്ന ഷാജിദ ഷാജിയുടെ ഉമ്മ ഷരീഫ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചിട്ട് കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില യാഥാർത്ഥ്യങ്ങൾ ഖൈസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അവരുടെ പെർമിഷനോട് കൂടി തന്നെ ആ ഒരു വോയിസ് റെക്കോർഡ് നമ്മുടെ ഖൈസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷാജിദയുടെ ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് കേട്ടിട്ട് വരാം. ഞാൻ ഷാജിദാന്റെ മാപ്പിള മരിച്ചിട്ട് ഷാജിദാന്റെ മാപ്പിള മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി 2 കൊല്ലാവാൻ പോകുന്നു. നമ്മൾ ഇങ്ങനൊരു എതിരീനം വരുമ്പോൾ 2 കൊല്ലം കഴിയും. അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ കൊടുന്ന് ഇരുത്തി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ വേറെ താമസിച്ചു. പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്ന് അറിയോ? വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഞങ്ങൾ ഇനി അവിടെ കയറ്റില്ല, ഇനി എന്റെ വീട്ടിൽ വരും വേണ്ട അങ്ങനെ പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരത്തിൽ ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ, ഉമ്മാനെ കയറ്റണ്ട, ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സമ്മതിച്ചൊന്നുമില്ല, എന്റെ മക്കളെ എന്താ ചെയ്യുന്നത് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. 5-6 മക്കളെ ഞാൻ 4-5 മക്കളാണ്, 5 ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുത്തി. അവള് വന്നിട്ട് ഞാൻ അവളെ ചെയ്യത്തില്ല. അവളുടെ എന്റെ അനിയത്തിയും കൂടി, അവളുടെ അനിയത്തിയും എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവള് വന്നത് കുറച്ച് ദിവസം ഞാൻ മുണ്ടാണ്ടായപ്പോ ഇവിടെ എന്താ കൈ മുറിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ കൈ അങ്ങനെ മുറിച്ച് 10-11 തുന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവളെ അതൊക്കെ തുന്നി കൊടുന്ന് വീണ്ടും ഇവിടെ അതൊരു 10-11 ദിവസം 21 ദിവസം ആകുമ്പോഴേക്കും വീണ്ടും ഭക്ഷണം കുടിച്ചു. പക്ഷെ അല്ല ഈ ഇതില്ല എന്താ പറയാ, ഉറക്കുളിയ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഉറക്കുളിയ കഴിച്ച് എന്തിനാ ചെയ്യുന്നത് അവൾക്ക് മാത്രം പഠിത്തം എനിക്ക് അറിയുള്ളൂ. ഉറക്കുളിയ കഴിച്ച് അതിൽ ഞാൻ ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നില്ല. ഇറങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് അറിയാം. അവർക്ക് 6 ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്ക പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടുപോയതാണ് വീട്ടിൽ നിന്ന്. അത് എനിക്കറിയില്ല. അത് കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഇവിടെ അവനെ ഇറക്കിക്കൊണ്ടുപോയി അവന്റെ ആവശ്യങ്ങൾ ഒരു 10-15 ദിവസമൊക്കെ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി. പിന്നെ അവൻ നിക്കാഹിനാണ് പറഞ്ഞ് പോയി, നിക്കാഹ് കഴിച്ചില്ല. പിന്നെ ഇവിടെ അങ്ങനെ പ്രാന്ത് പോലെയൊക്കെ ആയി. പിന്നെ അവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് ആ വ്യക്തിന്റെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ ആണ് യൂട്യൂബിൽ ഇട്ടത്. ഇല്ല, അത് വേറെ ചെക്ക എന്നതിന് ശേഷം കിട്ടിയതാണ്. അത് ഇവിടെ കാസർഗോഡിലേക്ക് കാസർഗോഡുള്ള ചെക്ക. ഈ ചെക്കന്റെ കഴിഞ്ഞതിന് ശേഷം ഈ ചെക്ക ഇട്ടിട്ട് പോയപ്പോ കാസർഗോഡുള്ള ചെക്കനായിട്ട് കാസർഗോഡുള്ള ചെക്ക ആദ്യമായിട്ടുള്ളതാണ്. അതിന്റെ മരുമകളുടെ ഇവിടെ ഉള്ളതാണ്. അവരായിട്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ? ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവളുടെ കഥ എന്താണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഇവിടെ പിന്നാലെ നമ്മൾ പോകണമെന്നില്ലല്ലോ. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ 5 മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോയി ഇവിടെ 5 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക. പോക്ക് എന്ത് പറഞ്ഞിട്ട് പോകും, വീഡിയോ എടുക്കാനാണ് നാളെ പറഞ്ഞാൽ പോകുക. അത് കോഴിക്കോട് പോകും, പിന്നെ കാസർഗോഡ് പോകും, തൃശ്ശൂർ പോകും, മറ്റേ എറണാകുളം പോകും, വയനാട് പോകും. ഇന്ന് സ്ഥലമൊന്നും ഇല്ല അവർക്ക്. അപ്പൊ ഈ വരുന്നവർക്ക് ഈ 5 മക്കളുടെ മദ്രസയിൽ വിടല്, സ്കൂളിൽ വിടല്. അതിൽ 2 മക്കളെ അവിടെ എത്തിങ്ങാനി കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പിന്നെ ഈ 3 മക്കളുടെ മദ്രസയിൽ വിടലും സ്കൂളിൽ വിടലും അതവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എല്ലാം ഞാനാണ്. ഇവർക്ക് അടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഞാനായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി, അങ്ങനെ ഇവിടെ ആശുപത്രി കൊണ്ടുപോയി 4 പ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടുപോയിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒറ്റ ഭക്ഷണം കുടിച്ചു. പിന്നെ നമ്മുടെ ഈ ബാത്റൂമുകളിൽ ഈ എന്തുകൊണ്ടൊക്കെ അത് കഴിച്ചു. അതിൽ ഞാൻ രക്ഷപ്പെടുത്തി. പിന്നീട് ഇവിടുത്തെ കഴുത്തിലൊരു ടൈറോയിഡിന് മുഴ വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റേ എന്താ പറയാ ജൂബിലിയിൽ കൊണ്ടുപോയി അത് ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ 3-4 പരിപാടി ഇവിടെ കഴിച്ചോളാണ്. അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ പോക്ക് നരയ്ക്കാൻ വേണ്ടി ഞാനിത് കേട്ടി എന്റെ തറവാട്ടിലേക്ക് പോയി 1 മാസം. നമ്മുടെ നോമ്പ് കഴിഞ്ഞില്ലേ, ഈ നോമ്പിന് 1 മാസം ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ അത് വരയ്ക്കും ഇവളുടെ ഡ്രസ്സുകൾ തിരുമ്പല്, കുട്ടികളെ നോക്കല്, എല്ലാ പരിപാടി ഞാനാണ്. ഇവിടെ ഒന്നിനും വരില്ല. ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്നും ഇടലും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയും എന്റെ എടുക്കണ്ട. എനിക്ക് ഇവിടെ മാത്രമല്ല, എനിക്ക് ഇനി 2 മക്കളുണ്ട് വേറെ. അപ്പൊ അവർക്ക് മരുമക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല, കാണാൻ അതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ആയി 1 മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ ആ വീട്ടിൽ ഞാൻ എളാപ്പാന്റെ ഒരു മകന്റെ വീട്ടിലേക്കാണ് പോയി. അവന്റെ ഭാര്യ ഉമ്മയ്ക്ക് വെയിറ്റ് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു താത്ത 1 മാസം കാര്യം താത്ത അവിടെ വരണം, അവിടെ നിൽക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ 1 മാസം അവിടെ പോയി നിന്നു.
എന്നിട്ട് നമ്മുടെ പെരുന്നാളായപ്പോൾ ഞാനുണ്ട് അവിടെ എന്ത് പറഞ്ഞു എന്റെ അളാപ്പാന്റെ മരുമകൾ തോന്നുന്നു താത്ത കുട്ടികളൊക്കെ വരില്ല അതുകൊണ്ട് താത്ത 10 ദിവസം ലീവ് എടുത്ത് പൊയ്ക്കോളിയും പറഞ്ഞു. അങ്ങനെ ആ ലീവ് 10 ദിവസം ഇവിടെ വന്ന മക്കളുടെ നിൽക്കാവെന്ന് വന്നു. അങ്ങനെ വന്നപ്പോ എന്റെ മക്കൾ പെരുന്നാളായിട്ട് 2 മക്കൾ വന്ന് പെരുന്നാൾക്ക് ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നിറയെ സാധനങ്ങൾ ചാവക്കാട് നിന്ന് കിറ്റടക്കം എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഇവിടെ നിന്ന് കിറ്റ് കിട്ടിയില്ല, ചാവക്കാട് നിന്ന് കിറ്റ് കിട്ടിയില്ല. പിന്നെ എനിക്ക് നിറയെ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഇവിടെ ആരും കൊടുന്നേരല്ല, ഞാൻ തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ എല്ലാ പണിക്കും പോയിട്ടാണ് ഇവരെ ഞാൻ 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ട ഡ്രസ്സ് എടുക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും അതൊക്കെ ഞാനാണ്. അവരുടെ വാപ്പ ഒന്നും എനിക്ക് വരില്ല, വാപ്പ ഒന്നും തരില്ല. ഒരു ഫ്ലൈറ്റ് ഫെൻസ് അടക്കം അവരുടെ വാപ്പ വാങ്ങി തന്നിട്ടില്ല. ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ചെയ്ത് എന്റെ ആങ്ങളെയാണ് കെട്ടിക്കൊടുത്തത്. എന്റെ വയനാടിന്റെ ഒരു ആങ്ങള, അല്ല വയനാടല്ല ചാവക്കാട് ഒരു ആങ്ങളുണ്ട്, അവരാണ് ഈ 3 കെട്ടിക്കൊടുത്തതും എല്ലാം. ബാക്കി കെട്ടിക്കൊടുത്തതെല്ലാം മുതൽ കൊടുത്ത് കെട്ടിച്ചാവും, ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ ഒരു സത്യം നമ്മുടെ മാപ്പിള എങ്ങനെയാണെന്ന് അറിയാം, ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചെലവൊക്കെ എനിക്ക് കൊടുന്നു തരും. അതില്ലാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഉമ്മ പണിക്ക് വീട്ടിൽ ജീവിക്കുന്ന വേണ്ട കുട്ടി എല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയില്ല. അങ്ങനെ ആയിട്ട് ഇവളിങ്ങനെ ആള് പാവാണ്, അത് പാവാണ്. പാവം പറഞ്ഞ അയ്യേ ഉപ്പ അത് ഉപ്പാന്റെ കഥ എങ്ങനെയാണെന്നറിയോ? ഉപ്പ ഒരു സുഖമില്ലാത്ത ആളാണ്. ഉപ്പ പറഞ്ഞാൽ ഉപ്പാക്ക് ഒരു മാനസ്യം പോലെയാണ് ആള്. അത് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആർക്കും അറിയില്ല ഇയാൾ ഇങ്ങനെയുള്ള ആളാണ്. കണ്ട നല്ലൊരു മനുഷ്യനാണ്, അവളുടെ മായി തന്നെ കണ്ട നല്ലൊരു മനുഷ്യനാണ്, സാജിധാരമായുള്ള ഒരാളാണ്. അപ്പൊ എല്ലാവരും ഇവിടെ എന്റെ വീട്ടിൽ എനിക്ക് 6-7 ആങ്ങളാരുണ്ട്, 2 ഏട്ടത്തിമാരുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അവരൊക്കെ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ നേരാവും, പോട്ടെ അത് ശരിയാവും പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു മൂപ്പന്നെ. വിട്ടിട്ട് പിന്നെ മൂപ്പര് നേരാവേണ്ട വഴിയില്ല. അപ്പൊ ഞാനും കേട്ടിപ്പോ നമുക്കാണെങ്കിൽ 2-3 മക്കളുമായി. ഞാൻ മൂപ്പരുടെ വീട്ടിലൊന്നും പോയി ഇരുന്നിട്ടില്ല. ഞാൻ എന്റെ വാപ്പാന്റെ വീട്ടിൽ എനിക്ക് സ്ഥലം വാപ്പ തന്നു. അതിൽ 2 ആങ്ങളാർ എനിക്ക് വീട് വെച്ച് അതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പണിക്ക് പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മൂപ്പര് വന്നാൽ എന്നെ തെറി പറയും. എനിക്ക് തല്ല് കിട്ടാൻ ഞാൻ വാങ്ങിക്കും, പക്ഷെ ഈ തെറി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കേൾക്കില്ല. അപ്പൊ എന്ത് പറഞ്ഞു, അപ്പൊ എന്റെ അനിയൻ എന്ത് പറഞ്ഞു, നീ എന്താ അങ്ങനെ വരുമ്പോ ഉള്ള തെറി പറയുന്നത്, എനിക്ക് ഞാൻ അതൊന്നും വെച്ചിട്ടുണ്ട്. അവനൊരു അടി കൊടുത്തു. ആ അടി കൊടുത്തതിന് ശേഷം മൂപ്പര് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട, എന്നെ തെറി പറയല്ലേ, എന്റെ അടുത്ത് വരണ്ട ഞാനും പറഞ്ഞു. അപ്പൊ മൂപ്പരാണെങ്കിൽ സുഖമില്ലാത്ത ആൾ വീട്ടിൽ വന്നാൽ TV ഇടും, കറണ്ട് ലൈറ്റ് കത്തിക്കും, വാതിൽ തുറന്നതും അങ്ങനെയുള്ള ഓരോ ഇത് ചെയ്യണം. ശരി പറഞ്ഞ മൂപ്പർക്ക് പോയിട്ട് എന്നെ വിട്ടുപോയിട്ട് ഒരു 27-28 കൊല്ലായിട്ടുണ്ടാവും. ആള് വരുന്നുണ്ട്, ആളെ എപ്പോഴെങ്കിലും വരും. ഓ ഉണ്ട്, അത് മൂപ്പരുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ എന്റെ വീട്ടുകാരെന്നെ നോക്കിയായിരുന്നു. വാപ്പാന്റെ കഥ അങ്ങനെയാണ്, വാപ്പാന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവളിപ്പോ എന്താ ചെയ്യുന്ന അറിയോ? ഇവള് 2 അനിയത്തിമാര് വരണം. എന്റെ കുട്ടികൾ വന്നപ്പോ ഇവള് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഞാനാണ് ഡെലിവറി ഇരിക്കുന്നത്, അതിൽ ഉമ്മാക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഡെലിവറി ഇരിക്കുക, അല്ലെങ്കിൽ അനിയത്തികൾ 2 വീടുണ്ട്, 2 വീട്ടിൽ ഇരിക്കുക, എന്റെ വീട്ടിൽ വരാൻ പാടില്ല പറഞ്ഞു. അപ്പൊ ഇവിടെ എന്ത് ചോദിച്ചു, എനിക്ക് ഈ വീട് റൈസ് ആക്കി തരുമോ ചോദിച്ചു. അത് എന്റെ പേരിലാണ് വീട് പറഞ്ഞു. അവളുടെ വാപ്പ എന്താ എനിക്ക് അതിൽ തന്നിരുന്നത്, അവളുടെ വാപ്പാന്റെ പേരില്ല. അത് എങ്ങനെ 2000 രൂപ 3000 രൂപ അന്ന് റൈസ് ചെയ്യാൻ വേണ്ടി അവളുടെ വാപ്പ തന്നു. അപ്പൊ ശരി എന്റെ ആങ്ങളാരെന്ന് പറഞ്ഞു, ശരി മൂപ്പന്റെ പേര് ഇരിക്കട്ടെ പറഞ്ഞാൽ അവിടെ 2 കൂടി എന്റെ വെച്ചിട്ടാണ് മൂപ്പര് എന്റെ വാപ്പാന്റെ സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളെ വരാം, എന്റെ മക്കൾ എപ്പോഴെങ്കിലും വരുള്ളൂ, വന്നാൽ ഒരു 4 ദിവസം നിൽക്കുക, 10 ദിവസം നിൽക്കുക, അങ്ങനെ നിന്ന് അവർ പോവുകയും ചെയ്യും. ഇവിടെ ചെലവിലൊന്നല്ല, ഇവിടെ വന്നു കൂടിയത്. ഈ 10-35 കൊല്ലം എന്റെ മക്കളെ ഞാനല്ലേ നോക്കിയത്. ഞാൻ ഈ തൊഴിലുറപ്പിൽ പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വേറെ പണിക്ക് വിളിച്ചിട്ടോ അങ്ങനെയാണ് ഞാൻ എന്റെ മക്കളെ നോക്കി വളർത്തിയതും അതിന്റെ പ്രസവിച്ച് പറഞ്ഞാലും എല്ലാം ഞാൻ അങ്ങനെയാണ്. അതങ്ങനെ പോട്ടെ, അതൊന്നും സാരമില്ല, അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതല്ല കുട്ടി. അങ്ങനെ എന്ത് പറഞ്ഞു. അപ്പൊ ഇവിടെ വരാൻ പാടില്ല പറഞ്ഞു. ഈ കുട്ടി ചെറിയ കുട്ടി പെൺകുട്ടി കരഞ്ഞിട്ട് പോയി. 2ാം പെരുന്നാൾക്ക് അവളുടെ മാപ്പിള വിളിക്കാൻ വന്നു, വരാൻ വന്നു. കുട്ടി കരഞ്ഞിട്ട് പോയി. എന്റെ വീട്ടിൽ എനിക്ക് 10 ദിവസം നിൽക്കാൻ പറ്റില്ല. സ്കൂൾ കൂട്ടിയിൽ വന്നതാണ്, സ്കൂൾ കൂട്ടിയിൽ 10 ദിവസം നിൽക്കാൻ പറ്റില്ല. അവരുടെ കുട്ടി കരഞ്ഞിട്ട് പോയി. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ 2ാമത്തെ കുട്ടിയും വീട്ടിലുണ്ട്. 2ാമത്തെ കുട്ടിനെ അതേപോലെ ഇവിടെ കാണിക്കാൻ തുടങ്ങി. ഇറങ്ങടി വിടുന്നു, കോടി വിടുന്നു, നീ ഇവിടെ ഇരിക്കണ്ടേ, നിങ്ങൾ നിങ്ങളുടെ മാപ്പിളാരോട് പോയിക്കരി. ഞാനും ഇവിടെ മാപ്പിളോട് തന്നെ കൊടുത്തു. ഇവിടെ ആവശ്യമില്ലാത്ത കാരണം അവിടെ ഇവിടെ വന്ന് ഇരിക്കുന്നുള്ളൂ. ചെറിയ കുട്ടി എന്തോ ആയിക്കോട്ടെ, വാടക വീട്ടിൽ പോകണ്ട, ഇതുവരെ എന്റെ മരുമകൻ ഉണ്ടായിരുന്നു, ഇനി അവൾ വാടക വീട്ടിൽ ഇരിക്കേണ്ട പോയി ഇരുന്നോട്ടെ പറഞ്ഞ് ഇരിക്കാൻ. എന്റെ വീട് ചെറിയൊരു പേരെയാണ്, ഒരു 2 റൂമും ഒരു അടുക്കളയും മാത്രം, ചെറിയൊരു ആൾ മാത്രമേ ഉള്ളൂ. അതിലെന്നാ ഞാൻ അന്ത്യോളം വീട്ടിലുണ്ടാവില്ല, എന്നാ ഇവിടെ മക്കളും വീട്ടിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അതിന്റെ കുട്ടി ഇപ്പൊ എന്താ ചെയ്യുന്നത് അറിയാം. അവളിപ്പോ എന്നെ അടക്കം പറഞ്ഞ് ഇറക്കി വിട്ടു, മക്കളെ ഇറക്കി വിട്ടു, എന്നെ ഇറക്കി വിട്ടു. ഇപ്പൊ ഞാൻ എന്താ പുറത്ത് പോയാലും വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ വാദം കൂട്ടിയിട്ടുണ്ടാവും. ഇവിടെ ആ സൈഡും വാര് കൂട്ടാ, ഈ സൈഡും വാര് കൂട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ വേഷപ്പ് കൊടുത്ത് അവർ പറഞ്ഞു ഉമ്മാന്റെ വീടല്ലേ, ഉമ്മാക്ക് വീട് എന്ത് പറയും ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കൂട്ടി തല്ലി പൊളിച്ചു അങ്ങനെ കടന്ന് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇരുന്ന് കഴിച്ചു പൊളിച്ച് ഉമ്മയും മക്കളും രാത്രി 10 മണി 12 മണിക്ക് വന്നപ്പോൾ ഒരു വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെ ഉള്ളു കയറിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ തല്ലി പൊളിച്ച് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഞാൻ ഒരു ദിവസം അനിയത്തിനോട് വന്ന് തിരിച്ച് പോകുമ്പോഴേക്കും ഉമ്മയും മക്കളും ഇതേപോലെ കൂട്ടിയിട്ട് പോയി. കൂട്ടിയിട്ട് പോകുക പറഞ്ഞാൽ ഇപ്പോൾ ഒരു കല്യാണം അച്ചാറുണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോകാൻ വേണ്ടി എനിക്ക് ഡ്രസ്സ് എടുക്കണേ ഉള്ളിക്കാരൻ്റെ. അപ്പൊ ഞാൻ സത്യം ചെയ്തു. എന്ത് ചെയ്യുന്നു പറയാം, ഞാൻ ഓട് പൊളിച്ച് ഞാൻ ഉള്ളിൽ ഫോണി വെച്ച് ഞാൻ ഇറങ്ങി എന്റെ ഡ്രസ്സ് എടുത്ത് ഞാൻ വെളിയിൽ വന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തപ്പോ ഇപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്, 2 സൈഡും പൂട്ടി വെക്കാം. ഉമ്മർ വാതിലും പൂട്ടി അടുക്കള വാതിലും പൂട്ടിയാ എന്ത് ഞാൻ ചെയ്യുന്നതും പറഞ്ഞു എന്താ ഞാൻ ചെയ്യാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ മഴ നനഞ്ഞ് വരികയാണ്, പണി മാറ്റി മഴ നനഞ്ഞ് നമ്മുടെ ഡ്രസ്സ് എടുക്കുക കുളിക്കാന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ ഈ വാതിൽ പൂട്ടിയാ. ഞാൻ വയസ്സായ ഒരു സ്ത്രീയാണ്, ഞാൻ 10-60 വയസ്സാവാനായി. 60 ഉദ്ദേശം അവർക്ക് ഉദ്ദേശം ആ വീട് അവർക്ക് കിട്ടണം. അതെങ്ങനെ ഞാൻ കൊടുത്തു എന്നാ ഞാൻ പറഞ്ഞു കുട്ടി, ഞാൻ പറഞ്ഞു നീ അവർക്ക് 2 ആൾക്കാരുടെ അവകാശം കൊടുത്തോ, ഞാൻ നിന്റെ പേരിൽ ഞാൻ റേറ്റ് ആക്കി തരാമെന്ന്. അത് പറ്റില്ല, അവർക്ക് ഒരു പൊട്ടും അതിൽ കൊടുക്കില്ല. അതെങ്ങനെ നടക്കും?
മൃഗമല്ല അവകാശം അവർക്കില്ലേ? ഇപ്പൊ അവളുടെ അവകാശം ഞാൻ അവളെ അതിൽ കൊടുക്കുന്നു വെച്ചാൽ അവളെ എല്ലാവരും ഇരുത്ത കുട്ടിയെ ഇരുത്തില്ല, എന്നെ ഇരുത്തില്ല, 3 ദിവസം അവളെ എല്ലാവരും ഇരുത്തില്ല. ഇപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതോ, ഞാൻ വാതിൽ തുറന്നാലും പുറത്ത് പോയി അതിൻ്റെ ഒരു ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കടന്നായിരുന്നു. അങ്ങനെ കാറ്റുകാരും ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിരുന്നായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത് അറിയോ? എന്റെ ചെറിയ കുട്ടിന്റെ 2ാമത്തെ മുകളിൽ ഗ്രൈൻഡർ നേരക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രൈൻഡർ, എന്റെ മിക്സി, പിന്നെ എന്റെ പാത്രങ്ങൾ ഫുള്ളും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ വിളിച്ചെടുക്കും, ഒന്നുമില്ല ഇതിൽ. പിന്നെ ഇവിടെ എന്താ ചെയ്യുക, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലോ അടുത്ത് ഫുള്ള് വെള്ളം നിറച്ച് വെക്കുക അടുത്തിൽ. ഉപദ്രവിക്കാവുന്നതിന് മാക്സിമം ഉപദ്രവിക്കല്ലേ? ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്, എന്നാലും ഞാൻ പുറത്ത് പോകുള്ളൂ. അതിന് വേണ്ടിയിട്ട് അടുത്തിൽ വെള്ളം നിറച്ച് വെക്കുമ്പോൾ ഞാനെന്ത് വേണ്ടി പണിമാറ്റി വന്ന് എനിക്ക് അരി ഇടാൻ വഴിയില്ല. അപ്പൊ ഞാൻ ഗ്യാസിൽ വെച്ചപ്പോൾ ഇവിടെ എന്താ കാട്ടി, ഗ്യാസ് അവിടെ നിറച്ചാൽ തന്നെ ശരി. പക്ഷെ 2 കുറ്റി ഗ്യാസ് എന്റെ കഴിഞ്ഞ ശേഷമാണ് അവൾ 1 കുറ്റി ഗ്യാസ് നിറച്ചത്. അപ്പൊ ഈ ചെക്കല്ല, അവളുടെ മൂത്ത ചെക്കൻ 10-15 വയസ്സായിരിക്കും. ഞാൻ ഇന്ന് ഈ 5 മക്കൾ ഇന്ന് ഇത്ര നേരം അങ്ങോട്ട് നീങ്ങി നിൽക്കി എന്നുള്ളത് ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മക്കൾ എന്നെയും പറഞ്ഞിട്ടില്ല. അത് ഞാൻ വേണ്ട പറയാം. അങ്ങനെ ഈ കുട്ടി എന്താ കാട്ടി, ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ ഗ്യാസിനെ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞിടാ എന്നോട് ഗ്യാസ് നിർത്തി വെച്ചു. വേണ്ട ഗ്യാസ് കത്തിക്കേണ്ട, അടുത്ത് കത്തിക്കാൻ പറഞ്ഞു. എടാ അടുത്ത് നിന്റെ വെള്ളം നിറച്ച് വെച്ചിട്ട് പിന്നെ എങ്ങനെ ഞാൻ ഗ്യാസ് കത്തിക്കായിട്ട് നിങ്ങൾ അടുത്തല്ലേ കത്തിക്കുന്നത് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ഗ്യാസ് കത്തിക്കാൻ വീണ്ടും വന്ന് കെടുത്തി. ശരി, ഞാൻ ചോറിന് ഊറ്റിക്കൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ അനിയത്തിനോട് വന്നു. എന്നിട്ട് ഇവൻ ഈ ചെക്കൻ പറയുന്നത് കുട്ടികളുള്ളതാണ്. ഏത് കുട്ടി? ഒരു കുട്ടിയില്ല. എനിക്ക് 9 പേരക്കുട്ടികളുണ്ട്. ഈ 3 മക്കൾക്ക് കൂടി 9 പേരക്കുട്ടികളുണ്ട്. ഈ 9 പേരക്കുട്ടികൾ അവിടെ വളർന്ന മക്കളാണ്. ഇന്ന് ഇത്ര നേരം ഞാൻ തീരുടെ വെള്ളത്തിലൂടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ഞാനാണ് നോക്കിയതും വളർത്തിയതും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. മക്കളുടെ വഴി നോക്കി പോകും. പ്രത്യേകിച്ചും ഇവിടെ ഇങ്ങനെ നടക്കുക തന്നെ. കാസർഗോഡും കോഴിക്കോടും ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നടക്കുക. ഇവിടെ 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ വീട്ടിൽ വരിക. അത് നമുക്ക് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ പറയും എന്റെ വൈദ്യ പൈസ പോകണം, എന്റെ മക്കളെ പെൽക്കാൻ പോകുമെന്ന് പറയും. ഒന്നും ചോദിക്കാൻ പാടില്ല. വരുമ്പോൾ ഇവിടെ ആണുങ്ങൾ വരുമ്പോൾ ആണുങ്ങൾ ഞങ്ങളുടെ അവിടെ 4 പറയുന്ന ആൺകുട്ടികളുണ്ട്. അവരൊന്നും രാത്രി 7 മണി കഴിഞ്ഞാൽ പുറത്തു പോയില്ല. അവർ 7 മണി 8 മണി ഉള്ളിൽ അവർ വീട്ടിൽ കയറും. ഇവിടെ രാത്രി 11 മണി 12 മണി 1 മണിക്കൊക്കെ ഇവിടെ കയറി വരിക. അതിന് കെട്ടും കാവലായിട്ട് ഞാൻ അവിടെ ഇരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി കിട്ടി. ഇപ്പൊ വീണ്ടും ഇപ്പൊ എന്താ പറയുന്നത്, ഈ പാത്രങ്ങൾ കൊണ്ട് കൊടുത്താൽ ഞാൻ എങ്ങനെ വെച്ചുണ്ടാക്കുമെന്ന് പറയും. പിന്നെ എന്റെ ടി വിയിൽ ഞാൻ കേട് വന്നിരിക്കണം. ആ 2 TV ഇവിടെ പുറത്തെറിഞ്ഞു. പിന്നെ 2 TV പുറത്തെറിഞ്ഞു. എന്റെ ചെറിയ മകൾ ഒരു ഡിസ് വാങ്ങി വെച്ചിട്ട് ആ ഡിസിന് പുറത്തേക്ക് എടുത്തെറിഞ്ഞു. അതൊക്കെ പൊട്ടി നാശമായി. പിന്നെ പാത്രങ്ങൾ കംപ്ലീറ്റ് എടുത്തു എറിഞ്ഞു. കുറച്ച് കംപ്ലീറ്റ് പാത്രങ്ങൾ ഫുള്ള് 4 പേരാണ്. ശരിക്കും നിങ്ങൾ അവിടെ വീട് എടുക്കണം. അങ്ങനെയാണ് കിടക്കണം വീട്. അതൊക്കെ എറിഞ്ഞു. പിന്നെ എന്റെ ടേബിൾ ഉണ്ടായിരുന്നു, അതൊക്കെ പുറത്തേക്ക് എടുത്തു. പിന്നെ അതൊക്കെ എനിക്ക് TV ഞാനൊരു പണിമാറ്റി വന്നാൽ ഇവരൊക്കെ മൊബൈലിൽ കളിക്കും. അപ്പൊ ഞാൻ എന്ത് കാണിക്കും, ഈ TV അനിയനോട് എന്റെ TV കിടന്നപ്പോൾ അനിയനോട് പോയിട്ട് ഒരു TV തറവാട്ട് എടുത്തുകൊണ്ടാണ്. അത് ഇടയ്ക്ക് ഓഫ് ആവും, എന്നാലും നല്ല TV ആണ്. ഞാൻ അതിൽ ഇതൊക്കെ വാങ്ങിച്ച് കേബിളൊക്കെ വാങ്ങി അതൊക്കെ ഇട്ട് അത് ഞാനിങ്ങനെ പണിമാറ്റി വന്നാൽ ഞാൻ കടന്നിരുന്ന് കാണും. അതൊന്നും കത്തില്ല, കാണണ്ട. 11 മണി വരെ കാണുന്നു, 12 മണി വരെ കാണുമെന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് കട്ട് ചെയ്തു. അതിന്റെ ബോക്സ് ഒന്നും കാണാനില്ല, പഴയ ബോക്സ് കാണാനില്ല, ചെറിയ ബോക്സ് കാണാനില്ല, ഒന്നും കാണാനില്ല. പിന്നെ ഫുള്ളും കട്ട് ചെയ്ത് വിടുകയും ചെയ്തു. ഇതിപ്പോ എല്ലാം ചെയ്തു. അത് മാത്രമാണ് കിട്ടി. അത് മാത്രമാണ് എനിക്ക് ഇടാനടക്കം ഡ്രസ്സില്ല, ഇടാനും ഡ്രസ്സില്ല. കംപ്ലീറ്റ് ഡ്രസ്സ് ഇവിടെ ഇട്ടൊക്കെ ഞാൻ അനിയത്തിനോട് പോകുമ്പോഴേക്കും എനിക്ക് നല്ലത് ശരി അവൾ എടുത്താന്ന് പറയില്ല. ഞാൻ 2 കൊല്ലം അവളെ ഞാൻ നോക്കിയത് എങ്ങനെയാന്നുള്ളത് ഞങ്ങളുടെ അടുത്ത വയലൊക്കെ വന്നാലാണ് ആ പെണ്ണിനെ എങ്ങനെ ഞാൻ നോക്കി. 6 മാസം അവൾ ഇവിടെ മരിക്കാൻ പോകുന്നേ, മരിക്കാൻ പോകുന്നേ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 3 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1 പ്രാവശ്യം ഞാൻ പിന്നെ ഇവിടെ ജൂബിലിയിൽ കൊണ്ടുപോയി. അവിടെ നോക്കി ഞാൻ രക്ഷപ്പെടുത്തി കൊടുന്ന്. എന്നിട്ട് പിന്നെ വേറെയുള്ള പരിപാടികളും ചെയ്ത് എന്തെല്ലാം ഞാൻ ചെയ്ത് അവളെ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എന്നെ പെട്രോൾ വെച്ച് കത്തിക്കുക. എന്ത് പറഞ്ഞ കുട്ടിയെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുക. ഞാൻ ഇത്ര കാലം ഞാൻ 18 വയസ്സ് തുടങ്ങി പണിയെടുക്കലാണ്. അന്ന് കാലത്ത് ഞാൻ എന്റെ വാപ്പാനെയും ഉമ്മാനെയും അനിയന്മാരെയും നോക്കാൻ വേണ്ടി അന്ന് പണിയെടുത്തു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് 2-3 മക്കളായി അതുകൊണ്ട് എടുത്ത് നോക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പണിയെടുത്തു. എനിക്ക് 60 വയസ്സാവാനായി. ഇപ്പോഴും ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവർക്ക് കണ്ടമാനം പാടുണ്ട്, ഇവർക്ക് കണ്ടമാനം പാടം കിട്ടുന്നുണ്ട്. ഇപ്പൊ അവള് ഉത്തരം എന്താ പറയുന്നത് അറിയാം. ഇപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തു വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ട് ഇവിടെ കേസിൽ വിളിച്ചിട്ട് പോയിട്ടില്ല. അവർ വിളിച്ചിട്ട് പോയിട്ടില്ല. ഇനിയിപ്പോ എന്താണ് ഞാൻ പാലക്കാട് പോയി കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. ഇവിടെ പോയിട്ടില്ലെങ്കിൽ ഇനി പാലക്കാട് ഞാൻ കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. പാലക്കാട് കൊടുത്ത് നമുക്ക് ഇതിനൊരു വഴി നമുക്ക് ജീവിക്കണ്ടേ. എന്ന് നമുക്കിപ്പോ അങ്ങനെ ആരുടെയും ഉമ്മർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒരു എന്റെ അനിയത്തി തന്നെയാണ്. എന്റെ അനിയത്തിയെ സൗകര്യം ഇല്ലാണ്ട് ഇരിക്കുന്ന കുട്ടിയാണ്. അവർക്ക് 2 ആൺകുട്ടികളുണ്ട്, അവരുടെ മാപ്പിളുണ്ട്, അവളുണ്ട്. അതിന്റെ ഇടയിൽ ഞാനിപ്പോ വന്ന് ഇരിക്കുന്നത് ശരിയില്ലല്ലോ. എത്രയായാലും നമ്മുടെ വീട് തന്നെയല്ലേ. ഇത്ര കാലം ഞാൻ 10-35 കൊല്ലമായി കുട്ടി ആ വീട്ടിൽ കയറിയിട്ട് ഇന്ന് വരെ ഞാൻ ഒരാളോട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, കാട്ടിയിട്ടില്ല. ഇവർക്ക് ആ വീട് കിട്ടണം. അപ്പൊ എന്താ ലാസ്റ്റ് ഇതെന്താ അവൾ പറയുന്നത് അറിയാം. അവൾക്ക് 2 ലക്ഷം ഞാൻ കൊടുക്കാണ്ടത്ര. ആ 2 ലക്ഷം പോയിട്ട് ഒരു 2 പൈസ ഞാൻ അവൾക്ക് കൊടുക്കാനില്ല. പിന്നെ ഒരു കാര്യം, അവളെ എനിക്കൊരു കാതിലേക്ക് ഇടയ്ക്ക് അവളെ അങ്ങനെ നോക്കിയതല്ലേ. അപ്പൊ അവളൊരു കാതിലേക്ക് ഒരു സ്റ്റെഡ് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കാതിൽ ഒരു സ്റ്റെഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റെഡ് 1000 സ്വർണ്ണമാണ്. 1000 അവൾ കൊണ്ടേ വിറ്റു. അവളുടെ മാപ്പിളെ അവൾ കൂടി വള പറയാൻ വെക്കുന്ന സമയത്ത് ഇവിടെ കാതിൽ തൂരി കൊണ്ടേതാണ്. എന്നിട്ട് ഇവിടെ എന്ത് പറഞ്ഞു, അമ്മ ആ കാതിൽ വീണ് പോയി കാണാൻ. അതെങ്ങനെ വീണ് പോവാ? ഒരു വളയും 2 കാതിൽ കൂടി വെച്ചാൽ അതെങ്ങനെ വീണ് പോകും? എന്റെ ആങ്ങളെ എനിക്ക് വാങ്ങിച്ചു തന്ന കാതിലത്തെ. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ കാതിലിട്ടില്ല, ഊരി എന്നെ ചുറ്റില്ല. അങ്ങനെ അവർക്ക് പണം വെക്കാൻ കൊടുത്താൽ ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഞാൻ കാതിൽ വായിക്കൊടുത്തിട്ടുണ്ട്, കയ്യിലേക്ക് മോതിരം വായിക്കൊടുത്തു. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ അരപ്പവന് തന്നോട്ടെ. എന്റെ അരപ്പവന്റെ കാതിൽ തന്നിട്ട് തന്നാൽ ഞാൻ ഈ കാതിൽ അങ്ങ് കൊടുക്കില്ല എന്നേ പറയില്ല. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കണം കുട്ടി, എനിക്ക് അവിടെ ഇരിക്കണം. ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞു. എനിക്ക് അതോ വേണ്ടത്. എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് വേണ്ട ആവശ്യമില്ല. 2 അലുമിനി കൂടെ ഞാൻ വലിയ അലുമിനി കൂടെ വാങ്ങിച്ചു വെച്ചിട്ട് വെള്ളം എനിക്ക് അടുത്ത വിടുന്ന വെള്ളം കൊണ്ടുവരാൻ. പിന്നെ ഇവിടെ വെള്ളം പെരുമാറുന്നത് കലണ്ട് വെള്ളം ഇതെല്ലാം ഞാൻ കാശ് കൊടുത്തെടുത്താണ്. ഞാൻ 8000 ഉറുപ്പ് കൊടുത്തിട്ട് വെള്ളം എടുത്തതാണ്. ആ വെള്ളത്തിലാണ് അവൾ പെരുമാറുന്നത്. ആ വെള്ളം ഞാൻ പോയി പിടിച്ചിട്ട് അവൾ പൈപ്പ് എന്റെ നോട്ട് വാങ്ങി വലിച്ചെറിഞ്ഞു, ബക്കറ്റ് വാങ്ങി എന്റെ വലിച്ചെറിഞ്ഞു, വെള്ളം വാങ്ങി ഒഴിച്ചു കളഞ്ഞു. ഞാൻ രാവിലെ പരിചയിച്ച് മൂട് എഴുതാൻ പോയപ്പോൾ ഇതൊക്കെ ചെയ്തു. എന്റെ സ്വർണ്ണം തരുന്ന സമയത്ത് ഞാൻ ഇതിലൊക്കെ സമ്മതിക്കുള്ളൂ, അല്ലാണ്ട് ഈ വീട്ടിലൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതുപോലെ അവള് 10 ലിറ്ററിന്റെ വെള്ളം 1000 ലിറ്ററിന്റെ ടാങ്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്റെ ടാങ്കി ഇറക്കിയിട്ട് അവളുടെ ടാങ്കി കയറ്റി എടുത്തത്.
അവർക്ക് നടക്കാം. നിങ്ങളുടെ അധികാരത്തിനുള്ളിൽ ഒന്നും നടക്കില്ല. അത് എവിടെ നടക്കുക എന്ന് പറഞ്ഞത് എന്റെ ആങ്ങളെ എനിക്ക് കയറ്റി തന്ന കാര്യമാണ്. പക്ഷെ എന്റെ ആങ്ങളെ അവിടെ വരും. എന്തുകൊണ്ട് എന്റെ ആങ്ങളെ വരാൻ അറിയും? ഇവിടെ വന്നാൽ ഇവിടെ ഈ വീഡിയോ എടുക്കുന്ന സ്വഭാവമാണ്. ആര് നമ്മളോട് കയറി സംസാരിച്ചാലും ഒരു വീഡിയോ എടുക്കുന്ന സ്വഭാവം. വീഡിയോ എടുത്താൽ അതൊക്കെ 4 ഭാവം ഇനി ഈ ലോകം മുഴുവൻ അറിയല്ലേ വീഡിയോയില്. ഇവരുടെ അതുകൊണ്ടാണ് വീട്ടിലേക്ക് വരാറില്ല അല്ലേ? അത് കാരണം അടുത്തുള്ളവർ ആരും വരുന്നില്ല. അവിടെ വീഡിയോ എടുക്കുക കാരണം അടുത്ത ആരും നമ്മളോട് എന്ത് കഴിഞ്ഞാൽ ആരും വരില്ല. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എന്നെ അതിനുള്ളിൽ കയറി കടന്നാൽ പെട്രോൾ വെച്ച് കത്തിക്കും, അല്ലെങ്കിൽ വീട് പെട്രോൾ വെച്ച് കത്തിക്കും. സമാനോട് പറയണേ, എടാ നിങ്ങൾ തള്ള കയറി വരുമ്പോൾ 5 എണ്ണം കൂടി നിങ്ങൾ തല്ലിക്കൊല്ലായിരുന്നു. എന്താ ഞാൻ ചാരി ദൂരെ എന്നെ തല്ലിക്കൊല്ലായിരുന്നില്ലേ? തല്ലിക്കൊല്ലാൻ എന്നെ പറ്റിയൊക്കെ ഇതിനെ ഞാൻ നോക്കിയെടുത്തതിനാണ് ഇവരെ എന്നെ തല്ലിക്കൊല്ലുന്നത്. ശരി, അതൊക്കെ പോട്ടെ. അങ്ങനെ എന്റെ ഇത്രയും സാധനങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് അവള് ലാസ്റ്റിനോട് പറയുന്നത് 2 ലക്ഷം അവർക്ക് അതിൽ ചെലവാണ്. എന്തിനാ അതിൽ 2 ലക്ഷം പോയിട്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞോട് ഒന്ന് നേരാക്കിയിട്ട് കൂടി എന്റെയാണ് ഈ ടിവികളൊക്കെ നഷ്ടപ്പെട്ടു. എന്റെ ഈ എന്താണ് കുട്ടിന്റെ ഇത് എല്ലാ സാധനങ്ങളും ഇതൊന്നും എന്റെ നഷ്ടപ്പെട്ടാത്തില്ല. ബാക്കി ഒരു 2-3 അടിമിച്ചിട്ടുള്ളത് 4 പറ എടുത്തെറിഞ്ഞു. അപ്പൊ ഞാൻ മംഗലെ പോയി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഉമ്മ പോയിട്ട് ആ പാത്രങ്ങൾ എടുത്ത് വെച്ചോളിമ്മ, ഞങ്ങൾ അവളെ വിളിക്കാം, അവിടെ എന്താ പറയുന്നത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ശരി, ഞാൻ അവിടെ പറഞ്ഞ പഞ്ചായത്തിൽ പോയി. പഞ്ചായത്ത് പോയി മെമ്പർക്ക് പോയപ്പോൾ മെമ്പർ പറഞ്ഞു അപ്പോൾ ശരിയാക്കാം, അവൾ വരട്ടെ, അവൾ ഇവിടെ ഇല്ല, അവൾ കാസർഗോഡ് കോഴിക്കോടൊക്കെ പോയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അവളുണ്ട്, അന്നോട് നാട്ടിലുണ്ട്. അവൾ പോയില്ല, പോയി ചേച്ചി വിളിച്ച് പോയില്ല. ഇപ്പൊ വെച്ച് പോയി, ഞാൻ പോയി വന്നിട്ട് ഒരു 4 ദിവസമായിട്ട് പോയി ചേച്ചി പോയി വന്നിട്ട് അവർ ഞായറാഴ്ച വരെ കാക്കാന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച വരെ കാത്തിട്ട് ഞായറാഴ്ച എന്താ പറയുന്നത് നോക്കട്ടെ. എനിക്ക് എല്ലാവരും അതിലെ വിദ്യാഭ്യാസം ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല, ആരോട് എന്താ സംസാരിക്കാന്ന് എനിക്ക് പറയാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പാലക്കാട് പോവുകയാണെങ്കിൽ എനിക്ക് അറിയില്ല. എന്റെ കൂടെ വരാൻ ആൾക്കാർക്ക് പേടിയാണ്. എന്റെ കൂടെ ആരും വരില്ല. ഇത് ഇവിടെ അങ്ങനെ വന്നു കണ്ടിട്ട് ഇവിടെ വീഡിയോയില്ലേ, വീഡിയോയിൽ എല്ലാവരും അറിയില്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഞങ്ങൾ പത്തിരിപ്പാല എന്ന് പറയാം, ഞങ്ങൾ ഇവിടേക്ക് ചേറുമ്പാല നെല്ലിക്കാട് എന്നാ പറയാ. ഈ ഇവിടെ വന്ന പോലീസുമാർ ഷാജിദ ഷാജിയുടെ ഉമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഷാജിദയിൽ നിന്നും കൊടിയ പീഡനങ്ങൾ അവർ അനുഭവിച്ചു എന്ന് വേണം നമ്മൾ ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഉമ്മ പറഞ്ഞതാണ് അവരെ പ്രസവിച്ച അവരുടെ സ്വന്തം ഉമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു മറുവശം ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മറുപടിയുമായിട്ട് എന്തായാലും ഷാജിദ വരാതിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മറുപടി പറയേണ്ടത് ഷാജിദയാണ്. കാരണം ഉമ്മ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മറുപടി വീഡിയോയുമായിട്ട് അവർ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും മനസ്സിലാക്കിയെടുത്തോളം ഇതുപോലെയുള്ള മക്കൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇത്രയേറെ ഒരു പെറ്റ തള്ളയെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെ പെൺമക്കൾക്ക് സാധിക്കും എന്ന് അറിയില്ല. നമ്മൾ പലപ്പോഴും കരുതാറുണ്ട് ആമക്കളെക്കാളും ബെറ്റർ പെൺകുട്ടികളാണ്. കാരണം പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ മരിച്ചു പോയാലും അടുത്തിരുന്ന് 2 കരച്ചിലെങ്കിലും കരയുമല്ലോ എന്ന് ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള പെൺമക്കളാണെങ്കിൽ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷാജിദ പലവട്ടം ഉമ്മയെ പറ്റിയിട്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉമ്മയുടെ വോയിസ് നമ്മൾ നല്ലപ്പോഴാണ് കേൾക്കുന്നത്. എന്തായാലും ആ ഉമ്മയ്ക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയുന്നു. അപ്പോൾ വീഡിയോ കുറച്ച് ലെന്തായിപ്പോയി, അതിൻ്റെ കയ്യിൽ കുറ്റമല്ല. ഉമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്തായാലും ഉമ്മയുടെ ഈ വാക്കുകളെ ജനങ്ങളിലേക്ക് എത്തിച്ച പ്രിയ സഹോദരൻ ഖൈസിനും നമ്മൾ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.